guys, welcome to Smart Class. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ദാറ്റ് ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓൾ യു ലിസൺ ഹിയർ ഗൈസ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് പെണ്ണ് കിട്ടിയില്ല, പെണ്ണ് കിട്ടി ഗൈസ്, പെണ്ണ് കിട്ടി. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കാം. ക്യാപിറ്റൽ ലെറ്റർ ഐ എന്നുകൊണ്ടാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഐ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. I is equal to guys mass into distance square. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ് I is equal to mass into distance square. ഞാനിപ്പോ ഇവിടെ പറയാൻ പോവാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് അല്ല. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാസ് മുതൽ ആക്സിസ് വരെയുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ്. മാസ് മുതൽ ആക്സിസ് വരെയുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. എന്നിവയുടെ എക്സ് ഈസ് ദ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് ആക്സിസ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നതാ അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ പറയാൻ കൊടുത്താൽ ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ എഴുതി കാണിക്കുന്നതായിട്ട് കൺസിഡർ 3 identical masses are located at the corners of equilateral triangle. എന്തുവാ ഇതാണ് ഇക്വിലേറ്റർ ട്രയാങ്കിൾ. എല്ലാ സൈഡുകളും ഒരേ ലെങ്ത് ആണെന്ന് വിചാരിച്ചേക്കണേ. എന്നിട്ട് അതിന്റെയൊക്കെ കോർണേഴ്സിൽ ഗൈസ് ഐഡന്റിക്കൽ ആയിട്ടുള്ള മാസുകൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ മാസുകളും എം ഗൈസ്. അത് മാത്രമല്ല ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് മക്കളെ ഈ ഡിസ്റ്റൻസുകൾ എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എനിക്ക് കൂടുതൽ ഡിസ്പ്ലേ വരുന്നത് find the moment of inertia of the system about the axis passing to one corner and perpendicular to the opposite side. ഒരിക്കലും നേരെ നോക്കിക്കോളൂ. find the moment of inertia of the system about an axis passing to one corner and perpendicular to the opposite side. എന്ന് വെച്ചാൽ എന്തുവാ moment of inertia of the system. moment of inertia ആണ് കാണാനുള്ളത്. ഒരു ആക്സിസ് കാരണമുള്ള moment of inertia ആണ് നമുക്ക് കാണാനുള്ളത്. ആ ആക്സിസ് എവിടെ കൂടിയാ പോകുന്നത്? ആക്സിസ് പാസിംഗ് ത്രൂ any one of the corner. 3 കോർണേഴ്സിൽ ഏതെങ്കിലും ഒന്നിൽ കൂടിയായിരിക്കും ആക്സിസ് പാസ് ചെയ്ത് പോവാ. തോന്നുന്ന പോലെ പറ്റൂല. ആ ആക്സിസ് ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന കോർണർ ഇതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ലൈക്ക് ദിസ് ഗൈസ്. യെല്ലോ കളറിൽ വരച്ച ഇവനാണ് നമ്മുടെ ആക്സിസ്. ഈ ആക്സിസ് കാരണമുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് നിങ്ങൾക്ക് കാണാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഗൈസ്. എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിരിക്കണം. നമുക്കൊരു കാര്യത്തിന്റെ ഓരോ കോർണേഴ്സിന് പേര് കൊടുക്കാം. ഒന്നാമത്തെ കോർണർ, രണ്ടാമത്തെ കോർണർ, മൂന്നാമത്തെ കോർണർ ഗൈസ്. ഈ 3 കോർണറിലും ഇരിക്കുന്ന മാസുകൾ യെല്ലോ കളറിലുള്ള ആക്സിസിലിട്ട് ചവിട്ടുന്നുണ്ട്, മൊമെന്റ് ഓഫ് ഇനർഷ്യ കൊടുക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ഈക്വൽ ടു ഗൈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് എനിക്ക് പിടുത്തമില്ല. I ഈസ് ഈക്വൽ ടു ഗൈസ് I1 പ്ലസ് I2 പ്ലസ് I3 I1 പ്ലസ് I2 പ്ലസ് I3 I1 എന്തുവാ ഒന്നാമത്തെ ഈ മാസ് അതേ ആക്സിസിൽ കൊടുക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതാണ് തെറ്റല്. ഒന്നാമത്തെ ഈ മാസ് ആ ആക്സിസിൽ കൊടുക്കുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ I1. I1ന്റെ പേര് വേണമെങ്കിൽ ഇവിടെ ഞാൻ എഴുതി കാണിക്കാം. മാസ് ഇൻടു ഡിസ്റ്റൻസ് സ്ക്വയർ. മാസ് ഇവരാണ്, ഡിസ്റ്റൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞു. എന്തോന്ന് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് ആക്സിസ്. ഇതല്ലേ നമ്മുടെ ഒന്നാമത്തെ മാസ്. ആ മാസ് ആ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് മക്കളെ 0 ആണ്. മാസ് അതേ ആക്സിസിലാണ് കിടക്കുന്നത്. അപ്പോ ആ മാസ് ആ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് 0. അതായത് I1 ഈക്വൽ ടു 0. അടിപൊളി ഗൈസ്, അടിപൊളി. I1ന്റെ വാല്യൂ 0 കിട്ടിയിരിക്കുകയാണ്. പ്ലസ് ഇട്ടിട്ട് ഇനി രണ്ടാമത്തെ കോർണറിൽ ഇരിക്കുന്ന ഈ മാസ്. അപ്പൊ I2 ഈക്വൽ ടു മാസ് എടുത്ത് ആ മാസ് മുതൽ നമ്മുടെ ആക്സിസ് വരെയുള്ള ഒരു ഡിസ്റ്റൻസ് ആണെങ്കിൽ, പക്ഷെ അത് വേണ്ട. കാരണം എക്സ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് ആക്സിസ്. ഇതാണ് നിങ്ങൾ ആക്സിസ് എങ്കിൽ ആ ആക്സിസും നമ്മുടെ മാസും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ഗൈസ്. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ആയിരിക്കണം നമ്മൾ അവിടെ എടുക്കേണ്ടത്. ഇതിനെ എടുക്ക് എക്സ് എന്ന് അവിടെ കൊടുക്കുക. എക്സ് സ്ക്വയർ തീർന്നു ഗൈസ്.
ഇനി എന്താലോചിച്ചാൽ ഇത്രയും ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. ഇത്രയും ലെങ്ത് ടോട്ടൽ ലെങ്ത് എല്, ഇത് മുതൽ ഇതുവരെ ലെങ്ത് എല്. അപ്പൊ മക്കളെ ഈ ഡിസ്റ്റൻസ് L/2 പിന്നല്ല, അങ്ങനെ M L²/4 എക്സിന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണ് L²/4 എന്ന മക്കളെ I2ന്റെ വാല്യൂ കിട്ടി, പെട്ടിയിലാക്കി ഇവിടെ കൊണ്ടുകൊണ്ട് ML²/4 പ്ലസ് I3 വേണം. I3 കാണാൻ പോവാണ്. I3 ഈക്വൽ ടു വീണ്ടും സെയിം ഫോർമുല, മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മക്കളെ അത് I3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കോർണറിൽ ഇരിക്കുന്ന ഈ മാസിനെ എടുക്കണം. ആ മാസും ഈ ആക്സിസും തമ്മിലുള്ള ഏതെങ്കിലും ഡിസ്റ്റൻസ് എടുത്താൽ മതിയോ? പറ്റൂല. മാസും ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആക്സിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് തന്നെ എടുക്കാം. ഈ ഡിസ്റ്റൻസ് എത്രയാ? തൽക്കാലം എക്സ് എന്ന് കൊടുത്താൽ അവിടെ എക്സ് എടുത്തിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ ടോട്ടൽ ലെങ്ത് എല്, അതിന്റെ പകുതി L/2 L²/4. വീണ്ടും I3യുടെ വാല്യൂ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഈ വാല്യൂ നേരത്തെ വീണ്ടും ഇവിടെ എടുത്ത് കൊടുത്ത് ML²/4. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടാണ് ML²/4 പ്ലസ് ML²/4 2ML²/4. അടുത്ത സ്റ്റെപ്പിൽ ML²/2 ഗൈസ്. ഇതാണ് ഇവിടത്തെ കാര്യം. അപ്പോ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞൊരു കുഞ്ഞു കാര്യം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കിടില ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചത്. എക്സ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഡിസ്റ്റൻസ് അല്ല, മാസും ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, മാസും ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനും ക്ലാസ്സിനും വേണ്ടിയിട്ട് മസ്റ്റ് join with the smart class. Okay.